പഹൽഗാമിൽ നഷ്ടമായ 26 മനുഷ്യജീവനുകൾക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് രാജ്യം. നിരപരാധികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം വ്യാപിപ്പിച്ചു. ബൈസരൻ താഴ്വരയിൽ നിന്ന് ഇവർ പീർ പഞ്ചാൽ മേഖലയിലേക്ക് കടന്നതായും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. ഇതിനിടെ കശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഉധംപൂരിലെ ബസന്ത്ഗഡിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ബൈസരൻ വാലി സന്ദർശിക്കും. മേഖലയിലെ സുരക്ഷാ സന്നാഹങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വിലയിരുത്തും. കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സങ്കൽപ്പിക്കുന്നതിനും അപ്പുറത്തുള്ള ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. मैं बहुत स्पष्ट शब्दों में कहना चाहता हूं, जिन्होंने ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी. ഭീകരരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അനന്ത്നാഗ് പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാസേന പുറത്തുവിട്ട രേഖാചിത്രത്തിലുള്ള ഓരോരുത്തരെയും കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ നൽകുമെന്നാണ് പ്രഖ്യാപനം. കശ്മീർ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ നാവികസേന കടലിൽ മിസൈൽ പരീക്ഷണം നടത്തി. INS സൂരത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. ഭീകരാക്രമണത്തിന്റെ വിശദാംശങ്ങൾ ധരിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി S ജയശങ്കറും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.